रुक गया आसमां, इस करम का करूं शुक्र कैसे अदा। വനമേഴും പറന്നേറിയാസി നബി മനമെങ്ങും വിരുന്നോദിയ സന്നിധി. രജബിന്റെ രാവിൽ രജബാ റബ്ബിനൊളി മുനാജാ, രജബിന്റെ രാവിൽ രജബാ റബ്ബിനൊളി മുനാജാ. പവനം ഇലാഹിൽ നിന്ന് അക്സ കടന്ന് വാനം തുറന്ന് ത്വാഹ. ഇസ് കരം കാ കരൂ ശുക്ർ कैसे अदा, इस करम का करू शुक्र कैसे अदा. आज प्यारे मुहम्मद की मेराज है, इस करम का करू शुक्र कैसे अदा. വനമേഴും പറന്നേറിയാസി നബി മനമെങ്ങും വിരുന്നോദിയ സന്നിധി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മിഅ്റാജ് യാത്രയെക്കുറിച്ച് അസ്ഹർ കല്ലൂരിൻ്റെ ഈ മദ്ഹ് ഗാനം വളരെയധികം കോരിത്തരിപ്പിക്കുന്ന റാഹത്തുള്ളതാണ്. തീർച്ചയായിട്ടും മുത്തുനബി തങ്ങളുടെ ആ മിഅ്റാജ് യാത്രയുടെ ചരിത്രത്തിലേക്ക് നമുക്കൊന്ന് കടന്നു ചെന്ന് നോക്കാം. അതിനുശേഷം വീണ്ടും അസ്ഹർ കല്ലൂരിൻ്റെ ഈ മദ്ഹ് ഗാനം നമുക്ക് ആസ്വദിക്കാവുന്നതാണ്. ഒരു രാത്രിയിൽ മക്കയിൽ നിന്നും അക്കാലത്ത് 1 മാസം വഴി ദൂരമുള്ള ഷാമിലുള്ള ബൈത്തുൽ മുഖദ്ദസിലേക്കും അവിടെ നിന്ന് 7 ആകാശങ്ങൾക്കപ്പുറമുള്ള സിദ്റത്തുൽ മുൻതഹ വരെയും അള്ളാഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ടുപോവുകയും അത്ഭുത കാഴ്ചകൾ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. ഈ 2 യാത്രകളിൽ ഒന്നാമത്തേത് ഇസ്രാ രാപ്രയാണം അഥവാ രാവുയാത്ര എന്നും രണ്ടാമത്തേത് മിഅ്റാജ് ആകാശാരോഹണം അഥവാ വാനയാത്ര എന്നും അറിയപ്പെടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു നൽകിയ ഏറ്റവും വലിയ ഒരു ആദരവായിരുന്നു ഇസ്രാഉം മിഅ്റാജും. പ്രവാചകൻ മക്കയിൽ ഉണ്ടായിരിക്കുമ്പോഴാണ് പ്രസ്തുത സംഭവം ഉണ്ടായത്. ഇതിൽ മസ്ജിദുൽ ഹറമിൽ നിന്ന് മസ്ജിദുൽ അഖ്സ വരെയുള്ള യാത്രയെ ഇസ്രാ എന്നും അവിടെ നിന്ന് 7 ആകാശങ്ങൾ അടക്കമുള്ള അദൃശ്യ ലോകങ്ങൾ താണ്ടി അള്ളാഹു നിശ്ചയിച്ച പരിധി വരെയുള്ള പ്രയാണത്തെ മിഅ്റാജ് എന്നും പറയപ്പെടുന്നു. വല്ലാത്തൊരു റാഹത്ത് തന്നെയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് 2 ലോകത്തിന്റെയും നേതാവ്. ഈ ഭൂമി അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത് ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക്. ഈ ഭൂമിയിലുള്ള സകലതും ആ ഹബീബായ തങ്ങൾക്കാണ്. എന്നിട്ടും അത്ഭുതങ്ങൾ ഒരുപാടധികം കാണിച്ച മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സത്യമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് വിശ്വസ്തനാണ്, അൽ അമീനാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്. ആ ഹബീബായ തങ്ങൾ എത്രയോ ഉന്നതിയിലാണ്. അത്രമേൽ ഉന്നതിയിൽ ഇരുന്നിട്ടും ഹബീബായ തങ്ങളിലെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. മിഅ്റാജ് ആകാശയാത്ര നടത്തി തിരിച്ച് ഭൂമിയിലേക്ക് വന്നു. അതും ഈ പ്രപഞ്ചത്തിന്റെ സ്രഷ്ടാവ് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടു വന്നിട്ടും എത്ര വിനയത്തിന്റെ ഒരു എന്താ പറയാ, അത്രയും വലിയ വിനയമാണല്ലേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്, നമ്മുടെ നേതാവ് ഹബീബായ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. നമുക്ക് മദ്ഹിന്റെ അടുത്ത വരിയിലേക്കൊന്ന് പോയി നോക്കാം. വനലോകം സദാ വാഴ്ത്തിപ്പാടുന്നതാ, മാലാഖ ജിബ്രീലും ചേരുന്നതാ. വനലോകം സദാ വാഴ്ത്തിപ്പാടുന്നതാ, മാലാഖ ജിബ്രീലും ചേരുന്നതാ. മിന്നും വേഗം ബുറാക്കേറി ഉയരുന്നതാ, സിദ്റത്തുൽ മുൻതഹായിൽ അണയുന്നതാ. ആബ കൗസൈനി പോൽ റബ്ബിൽ പുൽകുന്നതാ. ഇസ് കരം കാ കരൂ ശുക്ർ कैसे अदा. വനമേഴും പറന്നേറിയാസി നബി മനമെങ്ങും വിരുന്നോദിയ സന്നിധി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മക്ക ജീവിതത്തിന്റെ ഒടുവിൽ സംഭവിച്ച അത്ഭുത സംഭവമാണ് ഇസ്രാഉം മിഅ്റാജും. ഒരേ സംഭവത്തിന്റെ 2 ഘട്ടങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രഹസ്യവും പരസ്യവുമായ പ്രബോധനം മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് മാനവതയുടെ ആദിമതവും പ്രകൃതി മതവുമായ ഇസ്ലാമിലേക്ക് ആളുകൾ കുറേശ്ശെ കടന്നുവന്ന് സത്യശുദ്ധവും സമഗ്ര സമ്പൂർണവുമായ ആദർശത്തിന് സർവാത്മന സമർപ്പിച്ചവരുടെ എണ്ണം കൂടി വരികയായിരുന്നു.
ഇതിനനുസരിച്ച് പ്രതിയോഗികളുടെ നാനാവിധ എതിർപ്പുകളും കൂടിക്കൂടി വന്നു. ഈ ഘട്ടങ്ങളിലെല്ലാം നബിക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് രണ്ടുപേരുടെ പിന്തുണ വലിയ ആശ്വാസമായിരുന്നു. ഒന്ന്, നബിയുടെ പ്രിയ പത്നി ഖദീജ റളിയല്ലാഹു അൻഹയുടെ പിന്തുണ. മറ്റൊന്ന്, നബിയുടെ പിതൃവ്യൻ അബൂ ത്വാലിബിന്റെ താങ്ങും തണലും. അബൂ ത്വാലിബ് സത്യവിശ്വാസം ഉൾക്കൊണ്ടിരുന്നില്ല എങ്കിലും സഹോദരപുത്രനായ മുഹമ്മദിനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്തിരുന്നു. ഒരു ദശകക്കാലം നബിക്ക് വലിയ പിൻബലമായിരുന്നു. ഈ രണ്ട് നുബുവത്തിന്റെ 10ാം വർഷം രണ്ടുപേരും ഇഹലോകവാസം വെടിഞ്ഞു. ഈ വർഷത്തെ ചരിത്രകാരന്മാർ സങ്കടവർഷം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ദുഃഖിതനായി. താങ്ങും തണലും നഷ്ടപ്പെട്ട ഈ ഘട്ടത്തിൽ ആദർശ ശത്രുക്കൾ നബിക്കെതിരെ നടത്തിവന്ന നാനാവിധ എതിർപ്പുകൾക്ക് വീണ്ടും ശക്തി കൂടി. നബിയാകട്ടെ തന്നെ തള്ളിപ്പറയുന്നവരോടുള്ള ഗുണകാംക്ഷയാൽ അവർക്ക് വേണ്ടി ഓടിക്കിതച്ച് പ്രബോധന പ്രവർത്തനവും മറ്റും നടത്തി സ്വന്തത്തെ തുലക്കുമാറ് നിരന്തരം ത്യാഗ പരിശ്രമങ്ങളിൽ ഏർപ്പെട്ട് കൊണ്ടിരിക്കുകയായിരുന്നു. പലവിധ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന ഈ സന്ദർഭത്തിലാണ് നബിക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആശ്വാസവും ആവേശവും പകർന്ന് മിഅ്റാജ് സംഭവിക്കുന്നത്. ഗുണപാഠ പ്രധാനവും ആവേശദായകവുമായ അത്യത്ഭുത കാഴ്ചകൾക്ക് ദൃഷ്ടാന്തങ്ങൾക്ക് സാക്ഷിയാവുക വഴി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉൾക്കരുത്തും ഉൾക്കാഴ്ചയും വർദ്ധിച്ചു. അത് മനക്കരുത്തും ധൈര്യവും പകർന്നു നൽകുകയും ചെയ്തു. ഈ അത്ഭുത സംഭവം നടന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഅബാലയത്തിന്റെ ചാരത്ത് വിശ്രമിക്കവേ ഉണർന്നിരിക്കുന്ന അവസ്ഥയിൽ ജിബ്രീൽ അലൈഹിസ്സലാം വന്നു. ബുറാഖ് എന്ന പ്രത്യേക വാഹനത്തിന്മേൽ മക്കയിൽ നിന്ന് ഫലസ്തീനിലെ മസ്ജിദുൽ അഖ്സയിലേക്ക് അതിശീഘ്രം മിന്നൽ വേഗത്തിൽ കൊണ്ടുപോയി. ബർഖ് എന്ന് അറബി പദത്തിൽ മിന്നൽ എന്നാണ് അർത്ഥം. മിന്നൽ വേഗതയിൽ പോയതിനാലായിരിക്കാം പ്രസ്തുത വാഹനത്തിന് ബുറാഖ് എന്ന് നാമം വന്നത്. മസ്ജിദുൽ അഖ്സയുടെ ഒരു തൂണിൽ വാഹനത്തെ ബന്ധിപ്പിച്ചതിനു ശേഷം പ്രസ്തുത ഭവനത്തിൽ 2 റക്അത്ത് തഹിയ്യത്ത് നമസ്കാരം നിർവഹിച്ചു. അനന്തരം അവിടെ പ്രത്യക്ഷപ്പെട്ട ഒരു കോണിയിലൂടെ വാനലോകത്തേക്ക് ജിബ്രീലിനോടൊപ്പം കയറിപ്പോയി. മിഅ്റാജ് എന്ന പദത്തിന് കോണി എന്നർത്ഥം. എല്ലാ ആകാശത്ത് വെച്ചും നബി യഥോചിതം സ്വീകരിക്കപ്പെട്ടു. 1-ാം ആകാശത്ത് വെച്ച് ആദ്യ പിതാവായ ആദം അലൈഹിസ്സലാം, 2-ാം ആകാശത്തിൽ വെച്ച് ഈസാ നബി അലൈഹിസ്സലാം, യഹിയ അലൈഹിസ്സലാം, 3-ാം വാനത്തിൽ വെച്ച് യൂസുഫ് അലൈഹിസ്സലാം, 4-ൽ വെച്ച് ഹാറൂൻ അലൈഹിസ്സലാം, 5-ൽ വെച്ച് ഇദ്രീസ് അലൈഹിസ്സലാം, 6-ൽ വെച്ച് ഖലീമുല്ലാഹി മൂസ നബി അലൈഹിസ്സലാം, 7-ൽ വെച്ച് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം എന്നിവരെയൊക്കെ കണ്ടു. പൂർവിക പ്രവാചകന്മാരുടെ തുടർച്ചയും പൂർത്തീകരണവുമായി നബിക്ക് ഈ ദർശനം നൽകിയ പ്രചോദനവും നിർവൃതിയും വിവരണതീതമായിരിക്കും. ഇബ്രാഹിം നബി അലൈഹി സ്വലാമയെ ബൈത്തുൽ മഅ്മൂർ ചാരിയിരിക്കുന്ന അവസ്ഥയിലാണ് കണ്ടത്. തുടർന്ന് വീണ്ടും പ്രയാണം തുടർന്നു. പല സംഗതികളും സ്വർഗ നരകങ്ങൾ ഉൾപ്പെടെ കണ്ടു. അവസാനം സിദ്റത്തുൽ മുൻതഹ എന്ന അതിർത്തിയിലെത്തി. ഇവിടെ വെച്ച് ജിബ്രീൽ വിടവാങ്ങി നബിയോട് ഇനിയും മുന്നോട്ട് യാത്ര തുടരാൻ നിർദ്ദേശിച്ചു. തുടർന്ന് മാലാഖമാർ പോലും കടക്കാത്ത സ്ഥലങ്ങളിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നുപോയി. ഒടുവിൽ അള്ളാഹുവിന്റെ സന്നിധാനത്തിലെത്തി സംഭാഷണം നടത്തി. എന്താണല്ലേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു പവർ! അല്ലാഹു തആല നൽകിയ ആ ഒരു ആദരവ്, ആ ഒരു ബഹുമാനം, ആ ഒരു പദവി നിങ്ങളൊന്ന് നോക്കണം. ഈ ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങളെക്കാളും, അതിലുപരി മലക്കുകളെക്കാളും, പ്രകാശത്താൽ സൃഷ്ടിക്കപ്പെട്ട മലക്കുകളെക്കാളും മുകളിലാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ പദവി. കാരണം സിദ്റത്തുൽ മുൻതഹ വരേക്കുമാണ് ജിബ്രീൽ, മലക്കുകളുടെ നേതാവ് ജിബ്രീൽ അലൈഹിസ്സലാം മുത്തുനബിയോടൊപ്പം സഞ്ചരിച്ചത്. അവിടുന്ന് അങ്ങോട്ട് ആ അതിർവരമ്പ് താണ്ടി അള്ളാഹുവിലേക്ക് നടക്കാൻ ജിബ്രീൽ അലൈഹിസ്സലാമിന് അനുവാദം ഉണ്ടായിരുന്നില്ല, മറ്റു മലക്കുകൾക്കും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മാത്രമായിരുന്നു ആ സിദ്റത്തുൽ മുൻതഹയും താണ്ടിയിട്ട് അള്ളാഹുവിന്റെ അടുക്കലേക്ക് പോകാനുള്ള ആ ഒരു അവസരം ലഭിച്ചിട്ടുള്ളത്. എത്ര വലിയ നേതാവാണല്ലേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. നമുക്ക് മദഹിന്റെ വരിയിലേക്ക് കടക്കാം. आए जिब्रील जब सुए खैरुल वरा, चूमते हैं अदब से पाए मुस्तफा। आए जिब्रील जब सुए खैरुल वरा, चूमते हैं अदब से पाए मुस्तफा। बाद तस्लीम कहती है उनकी जुबान, बाद तस्लीम कहती है उनकी जुबान। आज प्यारे मुहम्मद की मेराज है, इस करम का करूं शुक्र
ഒരവസരത്തിൽ 50 നേരത്തെ നിസ്കാരം സമുദായത്തിന് നിർബന്ധമാക്കപ്പെട്ടു. മൂസാ നബിയുടെ അലൈഹിസ്സലാം നിർദ്ദേശപ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് ലഘൂകരണം തേടുകയും പല തവണ ഇളവ് തേടി ഒടുവിൽ 5 നേരങ്ങളിലായി നിജപ്പെടുത്തുകയും ചെയ്തു. ഇങ്ങനെ 5 നേരം അനുഷ്ഠിച്ചാൽ 50 തവണ അനുഷ്ഠിച്ചതിന്റെ പുണ്യവും പ്രതിഫലവും കിട്ടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് റബ്ബിന്റെ അളവറ്റ ഔദാര്യത്തിന്റെ ഭാഗമാണ്. ആകാശാരോഹണത്തിനും സന്ദർശനത്തിനും ശേഷം മടങ്ങി ബൈത്തുൽ മുഖദ്ദസിലെത്തി അവിടെ വെച്ച് പൂർവിക പ്രവാചകന്മാർക്ക് ഇമാമായി നിന്നുകൊണ്ട് നമസ്കരിച്ചു. പിന്നീട് നേരം പുലരുന്നതിന് മുമ്പ് മക്കയിൽ തിരിച്ചെത്തി. തന്റെ ഈ അനുഭവം നബി പിറ്റേ ദിവസം ജനങ്ങളുമായി പങ്കുവെച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തക്കം കിട്ടുമ്പോഴൊക്കെ നബിയെ പരിഹസിക്കാനും കുറ്റപ്പെടുത്താനും കുപ്രചാരണം നടത്താനും പരമാവധി പണിയെടുക്കുന്ന നബിയുടെ ശത്രുക്കൾ ഈ സന്ദർഭം ഒട്ടും പായാക്കിയില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞുവോ? അതായത് ഇത്തരത്തിൽ മുത്തുനബിയുടെ ശത്രുക്കളൊക്കെ മുത്തുനബിയെ കളിയാക്കിക്കൊണ്ട് പരിഹസിച്ചുകൊണ്ട് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി. എന്നിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോടും ഈ കാര്യം ഈ ശത്രുക്കള് വന്ന് പറഞ്ഞു. തദവസരത്തിൽ സിദ്ദീഖ് തങ്ങൾ ചോദിക്കുകയാണ് അവരോടൊക്കെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞുവോ? മുശ്രിക്കുകൾ അതെ എന്ന് പറഞ്ഞു. തദവസരത്തിൽ നബിയുടെ ബാല്യകാല സുഹൃത്തും ഉത്തമ അനുയായുമായ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മുഹമ്മദ് അങ്ങനെ പറഞ്ഞെങ്കിൽ അത് തികച്ചും സത്യം തന്നെ. ഇടയ്ക്കിടെ വാനലോകത്ത് നിന്ന് അള്ളാഹുവിന്റെ സന്ദേശവുമായി മലക്ക് വരുന്നുണ്ടെന്ന് നബി പറയുന്നപടി അംഗീകരിക്കുന്നതിലപ്പുറമൊന്നും അല്ല ഇത്. ഇவ்விധം ലവലേശം സംശയിക്കാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പൂർണ്ണമായും വിശ്വസിച്ച് അംഗീകരിച്ചതിന്റെ പേരിലാണ് സിദ്ദീഖ് എന്ന വിശേഷണം അദ്ദേഹത്തിനുണ്ടായത്. നേരത്തെ ബൈത്തുൽ മുഖദ്ദസ് സന്ദർശിച്ച ചിലർ നബിയെ പരിശോധിക്കാൻ ബൈത്തുൽ മുഖദ്ദസിന്റെ പറ്റിയും അവിടുത്തെ ചില അടയാളങ്ങളെ പറ്റിയും ചോദിച്ചപ്പോൾ നബിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി വളരെ കൃത്യമായിരുന്നു. അതേപോലെ ഷാമിൽ നിന്ന് വരാനുണ്ടായിരുന്ന യാത്രാ സംഘത്തെ പറ്റി ആരാഞ്ഞപ്പോൾ അവർ ഇന്ന സ്ഥലത്തെത്തിയെന്നും ഇന്ന ദിവസം തിരിച്ചെത്തുമെന്നും നബി പറഞ്ഞതും സത്യമായി പുലർന്നു. പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മിഅ്റാജ് യാത്ര അത്യത്ഭുതം നിറഞ്ഞതായിരുന്നു. ഈ ലോകത്ത് മറ്റു സൃഷ്ടികൾക്കൊന്നും കാണാത്ത അത്ഭുതം നിറഞ്ഞതൊക്കെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടിട്ട് തിരിച്ചു വന്നു മക്കയിലേക്ക്. ഒരുപാടധികം ശത്രുക്കൾ ഉണ്ടായിരുന്നു. നബി തങ്ങളെ പരിഹസിക്കാനും കല്ലെറിയാനുമായിട്ട് കാത്തിരിക്കുന്ന ഒരുപാടധികം മുശ്രിക്കുകൾ. അവരൊക്കെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ മിഅ്റാജിനെ തങ്ങളുടെ യാത്രയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവിടുത്തെ അവസ്ഥകളൊക്കെ പറഞ്ഞ് യഥാർത്ഥ ദീന് ഇസ്ലാം തന്നെയാണെന്ന് അവരോട് പറഞ്ഞപ്പോൾ നബി തങ്ങളെ പരിഹസിക്കുകയും പുച്ഛിക്കുകയുമായിരുന്നു ചെയ്തത്. ആ അവസരത്തിൽ സിദ്ദീഖ് തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പൂർണ്ണമായും വിശ്വസിച്ച് സിദ്ദീഖ് എന്ന ഒരു പേര് അർഹനാവുകയാണ് തീർച്ചയായിട്ടും ചെയ്തിട്ടുള്ളത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജ് പോയത് സത്യം തന്നെയാണ്. അത് വിശ്വസിക്കേണ്ടത് തന്നെയാണ്. തീർച്ചയായിട്ടും നടന്നിട്ടുള്ളതാണ്. മുത്തുനബിക്ക് അള്ളാഹു നൽകിയ വലിയ ഒരു ആദരം ബഹുമാനം തന്നെയാണ് മിഅ്റാജ്. ഇന്നും അതിനെ കളിയാക്കുന്ന ഒരുപാടധികം ആളുകളുണ്ട്, വിമർശിക്കുന്നവരുണ്ട്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സത്യമാണ്. നമുക്ക് മദ്ഹിന്റെ അടുത്ത വരിയിലേക്ക് കടന്നു ചെല്ലാം. കണ്ടു നൂറും നൂറുമന്ന് വിണ്ട് സലാമാ കൊണ്ടുവന്ന ദിനമിൽ 5 നേരം സലാത്താ. കണ്ടു നൂറും നൂറുമന്ന് വിണ്ട് സലാമാ കൊണ്ടുവന്ന ദിനമിൽ 5 നേരം സ്വലാത്താ. ചിരി തൂകി താരകമന്ന് വരി തീർത്തു മാനമിലന്ന് തിരുനൂറിലേറ്റം സുറൂറാ. മേരാജ് നബി സുബ്ഹാനല്ലാ, മേരാജ് നബി സുബ്ഹാനല്ലാ. രജബിന്റെ രാവിൽ രജബാ റബ്ബിനൊളി മുനാജാ. രജബിന്റെ രാവിൽ രജബാ റബ്ബിനൊളി മുനാജാ. അക്സ കടന്ന് വാനം തുറന്ന് ത്വാഹ. ഇസ്കാരം കാക്കരൂ ശുക്ർ കൈസേ അദാ. ഇസ്കാരം കാക്കരൂ ശുക്ർ കൈസേ അദാ. ആജ് പ്യാരെ മുഹമ്മദ് की मेराज है. ഇസ്കാരം കാക്കരൂ ശുക്ർ കൈസേ അദാ. വനമേഴും പരന്നേറി യാസീൻ നബി മനമെങ്ങും
എന്തൊരു അത്ഭുതമാണില്ലേ നമ്മുടെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള്, എന്തൊരു സ്നേഹനിധിയാണില്ലേ, എന്തെല്ലാം അത്ഭുതങ്ങളാണില്ലേ, എന്തെല്ലാം കാര്യങ്ങൾക്ക് അർഹനാണില്ലേ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള്, ഈ ലോകത്തിന്റെ രാജാവ്. എന്നിട്ടും കൈമുതൽ വെറും സ്നേഹം മാത്രം, വെറും സഹനം, അതുപോലെ വെറും ക്ഷമ മാത്രം കൈമുതലാക്കി എന്തെല്ലാമാണ് ഉമ്മത്തിന് വേണ്ടിയില്ലേ ചെയ്തിട്ടുള്ളത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള്. അവിടെ മെഹ്റാജിന്റെ സമയത്ത് അള്ളാഹുവിന്റെ അടുക്കൽ നമ്മ പറയാനും മുത്തനബി തങ്ങൾ മറന്നിട്ടില്ല. നമ്മുടെ സംരക്ഷണം ഉറപ്പു നൽകാനൊക്കെ ഹബീബായ തങ്ങള് അള്ളാഹുവിന്റെ അടുക്കൽ പറയുന്നത് എന്തൊരു വല്ലാത്ത നേതാവാണല്ലോ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള്. തീർച്ചയായിട്ടും നമ്മുടെ രക്ഷ തന്നെയാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള്. സത്യമാണ് ഹബീബായ തങ്ങള്, അഷ്റഫാണ് ഹബീബായ തങ്ങള്, കാമിലാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള്. ഈ ലോകത്തിൽ ഏറ്റവും സൗന്ദര്യം ഹബീബായ തങ്ങളാണ്. ഈ ലോകത്തിൽ ഏറ്റവും ശുദ്ധ മനസ്സിന്റെ ഉടമ ഹബീബായ തങ്ങളാണ്. ഈ ലോകത്തിലെ എല്ലാ ഭംഗിയും ഒത്തുചേർന്നിട്ടുള്ളത് മുത്തുനബിയിലാണ്. അവിടുത്തെ വചനങ്ങൾ, സംസാരം, എന്തൊരു മനോഹരമാണ്, എന്തൊരു ശുദ്ധമാണ്. മാഷാ അല്ലാഹ്. നമുക്ക് മദഹിന്റെ അടുത്ത വരിയിലേക്ക് കടന്നിട്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്ത് നമുക്ക് നല്ലൊരു വീഡിയോ അടുത്ത മുത്തുനബി തങ്ങളുടെ ചരിത്രവുമായിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും. तखलीद आलम है जिनका वजूद, शब असरा के दुल्हा पे दाइम दुरूद। वजह तखलीद आलम है जिनका वजूद, शब असरा के दुल्हा पे दाइम